സ്റ്റാർട്ട് ചെയ്യലടാ. സോ ഹലോ ഓൾ, ഞാൻ അഞ്ജന. MSc ഫിസിക്സ് കഴിഞ്ഞു, മെഡിക്കൽ കോഡർ ആണ്. സോ നമ്മൾ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. സോ നമുക്ക് ജനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതിലെ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി നമുക്കത് ക്ലിയർ ആക്കായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ജനറ്റിക്സിൽ 4 ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ എൻറ്റയർ ബോഡി എങ്ങനെയാണ് ഇത്ര സീക്വൻഷ്യൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഇത് ഇത്ര പെർട്ടിക്കുലർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ ഉള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ജനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുവിധം നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആൻഡ് വാരിയേഷൻ ആണ്. ദെൻ സെക്കൻഡ് ടോപ്പിക് മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ദെൻ തേർഡ് ടോപ്പിക് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ദെൻ ഫോർത്ത് ടോപ്പിക് സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ. സോ ഈ 4 ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറ്റിക്സിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ജനറ്റിക്സിൽ ഒരു ടോപ്പിക് പോലും നമുക്ക് വിട്ടുകളയാനില്ല, കാരണം അതിൽ ഓരോ ടോപ്പിക്സിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് പോവാം. അപ്പൊ ആദ്യം എന്താണ് ഹെറിഡിറ്റി എന്നുള്ളത് നമുക്ക് പറയാം. നോർമൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം എന്ന് പറയാം. അതായത് ഒരു അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഒരു ഫാമിലി, ആ ഫാമിലിയില് അച്ഛൻ നന്നായിട്ട് ഒരു സിംഗറാണ്, അല്ലെങ്കിൽ അമ്മ നന്നായിട്ട് ഒരു ഡാൻസർ ആണ്. അവിടെ അടുത്ത തലമുറയിൽ ഉണ്ടായ കുട്ടിക്ക് ഒന്നുകിൽ അച്ഛന്റെ കഴിവ്, അല്ലെങ്കിൽ അമ്മയുടെ കഴിവ്, അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ പാരന്റ്സിന്റെ, നമ്മുടെ മുത്തച്ഛന്മാരുടെ ഒക്കെ കഴിവുകള് ആ കുട്ടിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടേഴ്സ് പാരന്റ്സിൽ നിന്ന് അടുത്ത തലമുറയിലോട്ട്, ഓസ്പ്രിങ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ആയിട്ട് പറയും ഇപ്പൊ അച്ഛൻ നന്നായി പാട്ട് പാടുന്ന അച്ഛനാണ്, ഉണ്ടായ കുട്ടിക്ക് നന്നായി കുട്ടി പാട്ട് പാടുന്നുണ്ട്, അപ്പൊ നമുക്ക് പറയാം എന്ത്, അതെന്താണ്, ഹെറിഡിറ്റി ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും, അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യും, പക്ഷെ ഉണ്ടായ കുട്ടിക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സും ഇല്ല, പകരം കുട്ടിക്ക് പുതിയ ക്യാരക്ടേഴ്സ് ആണുള്ളതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, വേരിയേഷൻ എന്ന് പറയാം. അതായത് പാരന്റ്സിൽ നിന്ന് കുട്ടി എന്താണ്, ഡിഫറെന്റ് ആണ്, അവരുടെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ട്രേറ്റ്സ് ഉള്ള ഒരു ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പുതിയ സ്പീഷ്യസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഉണ്ടായിട്ടുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം, വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം. ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു പാരന്റ്സ്, ആ പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് അഥവാ ട്രേറ്റ്സ് പാരന്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട്, ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പുതിയ തലമുറേനെയാണ് നമ്മൾ ഓഫ്സ്പ്രിങ്സ് എന്ന് പറയാം. പുതിയ തലമുറയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവരെന്നെ നമ്മൾ വിളിക്കുന്ന, അതിന് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഈവൻ പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വേരിയേഷൻ. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ നമ്മളിലേക്ക് എത്തി, അതായത് ഇങ്ങനെയൊരു ഹെറിഡിറ്റിക്കും വേരിയേഷനും നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയത് ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ കുറെ ഫൈൻഡിങ്സ് നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു
പ്രസ്താവന നമുക്ക് പറയാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സർവേഷൻസും ഒരുപാട് കാൽക്കുലേഷൻസ് എല്ലാം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കൺക്ലൂഷൻ കൊടുത്തത്. അദ്ദേഹമാണ് ഈ ഒരു ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മള് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ആരെയായിട്ടാണ് പറയുന്നത്? ഗ്രിഗർ ജോൺ മെൻഡൽ. ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ആരാണ്? ഗ്രിഗർ ജോൺ മെൻഡൽ. ചിലപ്പോ മെന്റൽ ആയിരിക്കും പറയാ. ഈ മെന്റൽസ് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ കൂടുതൽ അറിയപ്പെടാറ്. ചിലപ്പോ ആ രീതിയിലും ചോദിക്കാം. അപ്പൊ ഈ ഗ്രിഗർ ജോൺ മെൻഡൽ ഈ ഒരു ഹെറിഡിറ്റി അല്ലെങ്കിൽ വേരിയേഷൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് പ്രൂവ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം ഈ ഒരു പരീക്ഷണം നടത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അത് നമുക്കൊരു കഥ പോലെ നമുക്ക് പറയാം. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് പീ പ്ലാന്റ്സ് എടുത്തു. ഏകദേശം ഒരു 14ഓളം പീ പ്ലാന്റ്സ് എടുത്തു നമുക്ക് പറയാം. അതായത് അദ്ദേഹം ഈ ഒരു പീ പ്ലാന്റ് എടുത്തപ്പോ, പീ പ്ലാന്റ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ പയറുചെടി. ഈ പയറുചെടി എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഇനി ഈ ഒരു പയറുചെടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ് എന്ത്? ഈ പീ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാനും വളരെ എന്താണ്? ഈസിയാണ്. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്ന കാരണം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പീ പ്ലാന്റ് എടുത്തു. ഈ പീ പ്ലാന്റിന് തന്നെ അദ്ദേഹം ഒരു 7 ക്യാരക്ടേഴ്സ് ഉള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീ പ്ലാന്റ്സ് ആണ് എടുത്തത്. അതായത് ഇപ്പൊ ഒരു പയറുചെടി എടുത്തു. ആ പയറുചെടിയുടെ അദ്ദേഹം എടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് എടുത്ത പീ പ്ലാന്റിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ്. ഈ സ്റ്റെമ്മിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന 2 പീ പ്ലാന്റ്സ് അദ്ദേഹം എടുത്തു. ഒന്ന് ടോൾ ആയിട്ടുള്ള പീ പ്ലാന്റും ഒന്ന് ഡ്വാർഫ് ആയിട്ടുള്ള പീ പ്ലാന്റും. അതായത് അദ്ദേഹം പീ പ്ലാന്റ്സ് എടുത്തു. മൊത്തം 14 പ്ലാന്റ്സ് ആണ് എടുത്തത്. 7 ക്യാരക്ടേഴ്സ്, അതായത് 7 ക്യാരക്ടേഴ്സും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും ഉള്ള 14 പ്ലാന്റ്സ് ആണ് അദ്ദേഹം എടുത്തത്. അപ്പൊ ആദ്യം എടുത്തത് ഏത് ക്യാരക്ടർ ആയിരുന്നു? സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരുന്നു. ഈ സ്റ്റെം ഹൈറ്റിൽ അദ്ദേഹം എത്ര പ്ലാന്റ്സ് എടുത്തു? ഡ്വാർഫ് പ്ലാന്റും എടുത്തു, ടോൾ പ്ലാന്റും എടുത്തു. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിനെ തന്നെയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള 2 പ്ലാന്റ്സ് എടുത്തു. അപ്പൊ ഇപ്പൊ 2 ചെടികൾ കിട്ടി, 2 പീ പ്ലാന്റ്സ് ആയി. ഇനി അദ്ദേഹം അടുത്ത എടുത്ത പ്ലാന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതായത് ഈ പീ പ്ലാന്റിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്ലവറിന്റെ കളർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? 2 ടൈപ്പ് കളറുള്ള പീ പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് എടുത്തു. ഏതൊക്കെയാണോ? ഒന്ന് വയലറ്റും വൈറ്റും. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര പ്ലാന്റ്സ് അദ്ദേഹം എടുത്തു? 4 പ്ലാന്റ്സ് എടുത്തു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫ്ലവറിന്റെ പൊസിഷൻ നോക്കിയിട്ട് 2 പ്ലാന്റ് കൂടെ എടുത്തു. അങ്ങനെ ആക്സിയലും ടെർമിനലും ഉള്ള 2 പ്ലാന്റ്സ് എടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഉള്ള പ്ലാന്റ്സിനെ അദ്ദേഹം എടുത്തു. അങ്ങനെ ഓരോ പ്ലാന്റ്സിലും അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷണങ്ങൾ നടത്തി. ഇത്തരത്തില് ഒറ്റ ടൈപ്പ് ക്യാരക്ടർ വെച്ചിട്ട്, ഒരേ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അഥവാ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ എന്ന് പറയാനായിട്ട് പറ്റും. കാരണം അദ്ദേഹം എടുക്കുന്നത് എന്താണ്? ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഈ എല്ലാ ക്യാരക്ടേഴ്സ്, 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 14 പ്ലാന്റ്സിനെ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് മെന്റൽ പീ പ്ലാന്റിൽ നടത്തിയത് എന്നുള്ളത്? എത്ര കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു? 14 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇനി ഇപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്യാരക്ടർ, എന്താണ് ട്രേറ്റ്? രണ്ടും ഒന്ന് തന്നെയാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. നമ്മൾ ആ ഒരു പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിൽ തന്നെയുള്ള വ്യത്യാസമാണ് എന്ത് അവിടെ നമ്മൾ ട്രേറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ആണ് നമ്മൾ പറയുന്നത്, അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇനി നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പറയും? ഡൈ ഹൈബ്രിഡ് ക്രോസ് അഥവാ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് പറയും. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീന് ആർക്ക് തന്നെ പറയാൻ പറ്റും? നിങ്ങൾക്ക് തന്നെ സ്വയം പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീന് നോക്കിയാലോ? നോക്കാം. ഓക്കെ,
ആ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ നോക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് വേർഡ്സ് ആണ്. ഞാൻ ഇനി പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി ഞാൻ പറയുമ്പോൾ എന്താ പറയാ, ഡൊമിനന്റ് ട്രേറ്റ്, റിസീവ് ട്രേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം, ഇത് ഇന്നതാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്രോസ്, ഒരു ഹൈബ്രിഡ് ക്രോസില് ക്രോസിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പുതിയ ട്രേറ്റിനെ നമുക്ക് കിട്ടും. അത്തരത്തില് എക്സ്പ്രസ് ചെയ്യുന്ന ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡൊമിനന്റ് ട്രേറ്റ്. എക്സ്പ്രസ് ചെയ്യാത്ത ട്രേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിസസീവ് ട്രേറ്റ്. അതായത് നമ്മളൊരു ക്രോസ് നടത്തി, രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് നടത്തി. ഈ രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് നടത്തിയാല് നമുക്ക് അതില് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രേറ്റ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൊമിനന്റ് ട്രേറ്റ്. ഇനി അവിടെ എക്സ്പ്രസ് ചെയ്യാത്തൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിസസീവ് ട്രേറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫീനോടൈപ്പ് എന്താന്നുള്ളതാണ്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫീനോടൈപ്പ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ ടോള്, ഡോർഫ്, അതുപോലെ വയലറ്റ് ഫ്ലവർ, യെല്ലോ ഫ്ലവർ, അതുപോലെ പ്രിങ്കിൾഡ്, റൗണ്ട്, അങ്ങനെയുള്ള അതിന്റെ ഒരു ക്യാരക്ടർ ഇല്ലേ. ഫിസിക്കലി നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ആള് ഭയങ്കര ഹൈറ്റ് ആട്ടാ, അല്ലെങ്കിൽ നമ്മൾ ഒരാള് ഭയങ്കര ചെറുതാട്ടാ, അങ്ങനെയൊക്കെ പറയില്ലേ. അത്തരത്തിൽ ഫിസിക്കലി നമ്മൾ ഒരു കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫീനോടൈപ്പ് എന്ന് പറയാം. ഇനി ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജനറ്റിക്കൽ എക്സ്പ്രഷൻസിനെയാണ്, അതായത് നമ്മൾ അതിനെ ജനറ്റിക്കലി എഴുതുന്നതിനെയാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയാ, ഫീനോടൈപ്പ്, ജീനോടൈപ്പ് എന്ന് പറയാം. അതായത് ഇപ്പൊ ടോളിനെ നമുക്ക് ജനറ്റിക്കലി എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഡ്വാർഫിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ 4 വേർഡ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. ഡൊമിനന്റ് ട്രേറ്റ്, റിസസീവ് ട്രേറ്റ്, ഫീനോടൈപ്പ്, ദെൻ ജീനോടൈപ്പ്. എന്താണ് ഡൊമിനന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹൈബ്രിഡ് ക്രോസ് നടന്നു കഴിഞ്ഞാൽ അതിലെ എക്സ്പ്രസ് ചെയ്ത ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമിനന്റ് ട്രേറ്റ്. ഒരു മോണോഹൈബ്രിഡ് അല്ല, ഏതെങ്കിലും ഒരു ക്രോസ് നടന്നു കഴിഞ്ഞാൽ, ഒരു ഹൈബ്രിഡ് ക്രോസ് നടന്നതിന് ശേഷം അതിൽ എക്സ്പ്രസ് ചെയ്യാത്ത ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിസസീവ് ട്രേറ്റ്. ഇനി എന്താണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ജനറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് എന്ത്, ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോ ഈ ഒരു ടോള്, ഡോർഫ് തന്നിട്ട് ചോദിക്കും ഇത് ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ എന്ത് എക്സ്പ്രഷൻ ആണോ എന്ന് ചോദിക്കും. നമുക്ക് എന്ത് പറയാം, അത് ഫീനോടൈപ്പ് ആണ്, ഫിസിക്കൽ എക്സ്പ്രഷൻ ആണോ എന്ന് പറയാം. ഇതുപോലെ തന്നെ എന്തും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ജീനോടൈപ്പും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്കൊരു മോണോഹൈബ്രിഡ് ക്രോസ് പറയാം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ പറയാം. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് ആണ് പറയുന്നത്. ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ ആദ്യം എടുക്കുന്നത്, അതായത് ഒരു മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ക്യാരക്ടർ ഉണ്ടാവുള്ളൂ, ഒറ്റ ക്യാരക്ടർ. യെസ്, അതെ, ഒറ്റ ക്യാരക്ടർ. അതായത് ഒരു മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഞാൻ ഏത് ക്യാരക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പീ പ്ലാന്റിന്റെ, അത് തന്നെ ടോൾ. അതായത് ടോളും ഡോർഫും അതെന്താ, അതെന്താണ്, അതായത് ആ ഒരു പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്, അല്ലെ, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റിന്റെ ഒറ്റ ക്യാരക്ടർ മാത്രം എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്രോസ് നടത്തുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ പേരെന്താ, ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്. പീ പ്ലാന്റിന്റെ ഹൈറ്റ് ആണ് എടുക്കുന്നത്. ഈ ഹൈറ്റിലുള്ള 2 ഡിഫറെന്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ എടുത്തു. ഒരു പ്ലാന്റ് ഏതായിരുന്നു, ടോൾ പ്ലാന്റും, ഒരു പ്ലാന്റ് ഡ്വാർഫ് പ്ലാന്റും ആയിരുന്നു. അപ്പൊ നമ്മൾ ക്രോസ് എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ നീറ്റ് ആയിട്ട് വേണം എഴുതാൻ. ആദ്യം നമ്മൾ പാരന്റൽ പ്ലാന്റ്സിനെ എക്സ്പ്രസ് ചെയ്യണം. ഏതൊക്കെയാണ് പാരന്റൽ പ്ലാന്റ്സ്, അതിനെ നമ്മൾ ഫിസിക്കലി എക്സ്പ്രസ് ചെയ്തു. ഒന്ന് ഏതാണ്, ടോൾ പ്ലാന്റ് ആണ്. ഇനി രണ്ടാമത്തെ പീ പ്ലാന്റ് എന്താണ്, ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഇനി നമ്മൾ അതിന്റെ എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്, ജീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അതായത് അതിന്റെ ജനറ്റിക്കൽ എക്സ്പ്രഷൻസ്.
ടോളിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി എന്നും ഡ്വാർഫിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ ടി എന്നുമാണ്. ഇനി ഇവരിനെ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഇവര് എന്തിലോട്ട് ഇറങ്ങണം? ഗ്യാമേറ്റ്സിലോട്ട് ഇറങ്ങി സെപ്പറേറ്റ് ആവണം. അങ്ങനെ ഗ്യാമേറ്റ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവരെ എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റ് ആയിട്ട് കിട്ടി, ക്യാപിറ്റൽ ടി വേറൊരു ഗ്യാമേറ്റ് ആയിട്ട് ഇട്ടു, സ്മോൾ ടി അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എഴുതി. ഓക്കെ, ഇവിടെ വരെ ഇത് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതായത് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആയിരിക്കും. പക്ഷെ ഗ്യാമേറ്റ്സിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്തായിരിക്കും? ഹാപ്ലോയിഡ്സ് ആയിരിക്കും. എപ്പോഴും ഹൈബ്രിഡൈസേഷൻ അഥവാ ക്രോസിംഗ് നടക്കുന്ന സമയത്ത് ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കിയിട്ട് അതിനെ എപ്പോഴും നമ്മൾ എന്താക്കി മാറ്റണം? ഹാപ്ലോയിഡ്സ് ആക്കി മാറ്റണം. സോ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് F1 ജനറേഷൻ കിട്ടും. ആ കിട്ടിയ F1 ജനറേഷൻ ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? ടോൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഏതാണ്? ടോൾ ആണ്. അപ്പൊ നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ നടത്തിയപ്പോ നമുക്ക് അവിടെ കിട്ടിയ F1 ജനറേഷൻ ഏതായിരുന്നു കിട്ടിയത്? ടോൾ ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനാണെങ്കിൽ ഒരു മോണോഹൈബ്രിഡ് ക്രോസില് ഇവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ഏതാ? ടോൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു മോണോഹൈബ്രിഡ് ക്രോസിലെ ഡൊമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടോൾ ആണ്. എന്നാൽ ഇവിടെ ഡോർഫ് എക്സ്പ്രസ്ഡ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസസീവ് ട്രേറ്റ് എന്താണ്? ഡ്വാർഫ് ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ആണ് പറയുന്നത്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാൻ കാരണം എന്താ? ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? എടുത്തിട്ടുള്ളൂ. ആ ക്യാരക്ടർ ഏതാണ്? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്. ഇനി നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ 2 പ്ലാന്റ്സ് വേണമെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു ക്യാരക്ടറിന്റെ 2 ട്രേറ്റ് എടുത്തു. ഏതൊക്കെയാണ്? ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫും. അങ്ങനെ നമ്മൾ പാരന്റൽ പ്ലാന്റ്സ് എടുത്തു. ഏതൊക്കെയാണ്? ടോളും എടുത്തു, ഡോർഫും എടുത്തു. ഇനി അതിന്റെ ജീനോടൈപ്പിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? ക്യാപിറ്റൽ ടി എന്നും സ്മോൾ ടി എന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിനെ ക്രോസിംഗ് നടത്തുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കണം. ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഓരോ ക്യാരക്ടറിനെയും നമ്മൾ റൗണ്ടിലാക്കി ഇടും. അങ്ങനെ നമ്മൾ റൗണ്ടിലാക്കി ഇട്ടു. ദെൻ നമ്മളതിന് ഹൈബ്രിഡൈസേഷൻ നടത്തി. നമുക്ക് എന്ത് കിട്ടി? ടോൾ എന്ന് പറയുന്ന പ്ലാന്റ് കിട്ടി. സോ നമുക്ക് പറയാം ഒരു മോണോഹൈബ്രിഡ് ക്രോസിലെ ഡൊമിനന്റ് ട്രേറ്റ് അഥവാ എക്സ്പ്രസ്ഡ് ട്രേറ്റ് ഏതാണ്? ടോൾ ആണ്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിലെ റിസസീവ് ട്രേറ്റ് അഥവാ നോട്ട് എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഏതാണ്? ഡ്വാർഫ് ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? പക്ഷെ നമുക്കിവിടെ F1 ജനറേഷൻ കിട്ടി. പക്ഷെ നമ്മളിവിടെ 2 പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? ഒരു പ്ലാന്റ്, അതായത് ടോൾ എന്ന് പറയുന്ന ഒരു പാരന്റൽ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മുടെ അടുത്ത പ്ലാന്റ് എവിടെ പോയി? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നില്ലേ? ആ ഒരു ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? F1 ജനറേഷനെ ആ F1 ജനറേഷൻ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രോസില്, ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിലെ പാരന്റൽ പ്ലാന്റ്സ് ഏതായിരിക്കും? 2 F1 ജനറേഷൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ ഫിനോടൈപ്പ് എഴുതി. ഫിനോടൈപ്പ് എന്താണ്? ടോൾ ആണ്. രണ്ടുപേരും ടോൾ ആണ്. അതിന്റെ ജിനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി അതിനെ ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കി. then അതിനെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോ നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടിയേ? ക്യാപിറ്റൽ ടി അതെന്താ? ടോൾ. then ക്യാപിറ്റൽ ടി സ്മോൾ ടി അതെന്താ? ടോൾ ആണ്. അടുത്തത് എന്താണ് കിട്ടിയത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി അതെന്താ? ടോൾ ആണ്. പിന്നെ ഒരാളെയും കൂടെ നമുക്ക് കിട്ടി. ആരാ? സ്മോൾ ടി അതെന്താ? ഡ്വാർഫ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മള് ക്രോസ് ചെയ്യുമ്പോ നമ്മുടെ ഉണ്ടായിരുന്ന ഡ്വാർഫ് പ്ലാന്റ് നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ജനറേഷൻ ആയപ്പോ നമുക്ക് ഇവിടെ അത് എക്സ്പ്രസ് ചെയ്തു. അതായത് ഒരു മോണോഹൈബ്രിഡ് ക്രോസില് ഒരു ടോൾ പ്ലാന്റും നമ്മൾ എടുത്തു, ഒരു ഡ്വാർഫ് പ്ലാന്റും നമ്മൾ എടുത്തു. അവരുടെ F1 ജനറേഷൻ എടുത്തപ്പോ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഒരു ടോൾ പ്ലാന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടോൾ പ്ലാന്റ് അവിടുത്തെ എന്താണ്? ഡൊമിനന്റ് ട്രേറ്റ് ആണ്. എന്നാൽ ഡ്വാർഫ് പ്ലാന്റ് അവിടെ എന്തായിരുന്നു? റിസസീവ് ട്രേറ്റ് ആയിരുന്നു. കാരണം അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അപ്പൊ നമുക്ക് അതിന് ഇനി എന്തുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? F1 ജനറേഷൻ കൊണ്ട് ഒന്നും കൂടെ നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി?
3 ടോൾ പ്ലാന്റ്സും ഒരു ഡ്വാർഫ് പ്ലാന്റ്സും. അതായത് ഒരു മോണോഹൈബ്രിഡ് ക്രോസില് F1 ജനറേഷനിൽ നമുക്ക് ടോൾ പ്ലാന്റ് കിട്ടിയെങ്കിൽ F2 ജനറേഷനിൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ക്രോസ് ചെയ്ത ക്യാരക്ടേഴ്സും അവിടെ എക്സ്പ്രസ്ഡ് ആവും. അങ്ങനാണെങ്കിൽ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? എത്ര ടോൾ ഇവിടെ ഉണ്ട്? 1, 2, 3. അങ്ങനെ നമ്മളവിടെ ടോള് ഫിസിക്കൽ എക്സ്പ്രഷൻ അല്ലേ? ഫിസിക്കലി എത്ര ടോൾ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 എണ്ണം എഴുതി. ഇനി ഫിസിക്കലി എത്ര ഡ്വാർഫ് ഉണ്ട്? 1. അപ്പൊ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1. ഇനി ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എന്താ? ഇവിടത്തെ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ജീനോടൈപ്പ് എത്ര എണ്ണം ഉള്ളത്? ഒരെണ്ണം. അത് എഴുതി. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് എഴുതി. ഇനി സ്മോൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. നമ്മൾ അതും എഴുതി. കിട്ടിയോ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത് തന്നെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ എന്ത് ചെയ്തു? ഒരുപാട് ഏകദേശം ഒരു 14 പി പ്ലാന്റ്സ് എടുത്തു. 7 ക്യാരക്ടേഴ്സ് ഉള്ള ആ 7 ക്യാരക്ടേഴ്സിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള 14 പ്ലാന്റ്സ് ആരെടുത്തു? നമ്മുടെ ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്ലാന്റ്സിനെ എല്ലാം ക്രോസ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കുറെ ഫൈൻഡിങ്സ് കിട്ടി. അതിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്തത്. ആദ്യം അദ്ദേഹം ചെയ്തത് എന്ത് ക്രോസ് ആയിരുന്നു? ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് അഥവാ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ആദ്യത്തെ ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തു. അതിൽ അദ്ദേഹം എടുത്ത ക്യാരക്ടർ എന്തായിരുന്നു? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് ആയിരുന്നു. അതിലെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തു. അതിലെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്വാൾ പ്ലാന്റ് ആയിരുന്നു. മറ്റേത് എന്തായിരുന്നു? ഡ്വാർഫ് പ്ലാന്റ് ആയിരുന്നു. അദ്ദേഹം അതിന്റെ ജീനോടൈപ്പ് എഴുതി. ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി ഫോർ ടോൾ, സ്മോൾ ടി ഫോർ ഡ്വാർഫ്. ദെൻ അതിനെ ഗാമെറ്റ്സിലോട്ട് ഇറക്കി. ദെൻ അവരെ എന്തെഴുതി? ഹൈബ്രിഡൈസേഷൻ നടത്തി. സോ നമുക്ക് F1 ജനറേഷൻ കിട്ടി. ആ F1 ജനറേഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടിക്ക് ആയിരിക്കും എപ്പോഴും മുൻഗണന. സോ അതുകൊണ്ട് അത് എന്താണ്? ടോൾ ആണ്. അപ്പൊ നമുക്ക് എന്തിവിടെ എക്സ്പ്രസ് ചെയ്തില്ല? ഡ്വാർഫ് എക്സ്പ്രസ് ചെയ്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ റിസസീവ് ട്രേറ്റ് എന്താണ്? ഡ്വാർഫ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടിയില് ക്യാപിറ്റൽ ടി ഉള്ള കാരണം ഇത് എന്ത് പ്ലാന്റ് ആണ്? ടോൾ പ്ലാന്റ് ആണ്. സോ എക്സ്പ്രസ് ചെയ്ത കാരണം ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഡൊമിനന്റ് ട്രേറ്റ് ആണ് ആര്? ടോൾ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം എന്തുകൊണ്ട് ഡ്വാർഫ് വന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പാരന്റൽ പ്ലാന്റ്സിനെ F1 ജനറേഷൻ അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും കൂടെ F1 ജനറേഷനുമായിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചു. സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ എന്ത് കിട്ടി അദ്ദേഹത്തിന്? 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും കിട്ടി. സോ അങ്ങനെ ആണെങ്കിൽ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താ? 3:1. 3 ടോൾ പ്ലാന്റുകളും ഒരു ഡ്വാർഫ് പ്ലാന്റും. ഇനി ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എന്താ? ക്യാപിറ്റൽ ടി ഒരെണ്ണം. അത് എഴുതി. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 എണ്ണം. അത് എഴുതി. ദെൻ സ്മോൾ ടി ഒരെണ്ണം. അങ്ങനെ എഴുതി. ഇങ്ങനെ നമ്മൾ ഏത് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയാലും, അതായത് ഇപ്പൊ ഇവിടെ ടോള് ഡ്വാർഫ് എന്നതിന് പകരം നമ്മള് ക്യാരക്ടർ എടുക്കുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസിൽ എടുക്കുന്ന ക്യാരക്ടർ ഏതാണ്? കളർ ഓഫ് ദി ഫ്ലവർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? വൈറ്റും വൈലറ്റും വരും. അപ്പോഴും നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക? മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ ജിനോടൈപ്പിക് റേഷ്യോ തന്നെയായിരിക്കും. 3:1 1:2:1 തന്നെ ആയിരിക്കും. നമ്മൾ ഈ 7 ക്യാരക്ടേഴ്സിനെ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയാലും നമുക്ക് കിട്ടുന്ന മോണോഹൈബ്രിഡ് ക്രോസും മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോവും ജിനോടൈപ്പിക് റേഷ്യോ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1 ആണ്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 1:2:1 ആണ്. ഇത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ. അപ്പൊ നമ്മൾ ഹെറിഡിറ്റി എന്താന്ന് പറഞ്ഞു, വേരിയേഷൻ എന്താന്ന് പറഞ്ഞു, ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു, ദെൻ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്
ഇദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, കുറെ ഒബ്സർവേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തി. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്, കുറച്ച് കാര്യങ്ങൾ സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റിൽ നിന്ന് ചേഞ്ച് വരുന്നുണ്ട്, ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റിൽ നിന്ന് ചേഞ്ച് വരുന്നില്ല. അതായത് based on observations, Mendel proposed that something was stably passed down unchanged from parents to offspring through gametes. അതായത് ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുമ്പോൾ, അതായത് പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുമ്പോൾ, അതായത് ഗാമേറ്റ്സിൽ വെച്ചിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഹെറിഡിറ്റിക്കും വേരിയേഷനും ബേസ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ്, ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുമ്പോഴാണ്. ഈ ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പാരന്റിൽ നിന്ന് ഓസ്പ്രിങ്സിലേക്ക് ചില ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, സ്റ്റേബിളി പൊക്കോണ്ടിരിക്കും. ചിലത് എന്ത് ചെയ്യും, അൺചേഞ്ച്ഡ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും, ചേഞ്ച്ഡ് ആയിരിക്കും. അതായത് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഗാമേറ്റ്സ് വഴി കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്തായിരിക്കും, ഹെറിഡിറ്റി ആയിരിക്കും. ഗാമേറ്റ്സ് വഴി കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എന്തായിരിക്കും, വേരിയേഷൻസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിലും മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണ്, ഗാമേറ്റ്സ് വഴിയാണ്. അപ്പൊ അത്തരത്തില് ഈ ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുന്ന ഈ ഒരു തിങ്സിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു, ഫാക്ടേഴ്സ് എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചത്, ഫാക്ടേഴ്സ്. അതിന് ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ജീൻ. ജീൻ എന്ന് പറയും. അപ്പോ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ജീൻ? ഇറ്റ്സ് ദ യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് പാരമ്പര്യത്തിന്റെ ഒരു യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇൻഹെറിറ്റൻസ്, ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് ഈസ് ടേംഡ് ആസ് ജീൻസ്. ഈ ഒരു ജീനിനകത്ത് എന്തുണ്ട്, ഒരു ഓർഗാനിസത്തിന്റെ പെർട്ടിക്കുലർ ട്രേറ്റിന്റെ ഒരുപാട് ഇൻഫർമേഷൻസ് എന്തായിരിക്കും, അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഹെയറിന്റെ കളറ്, അതുപോലെ ഹൈറ്റ്, അതുപോലെ ഹെയറിന്റെ വലുപ്പം, അതുപോലെ ബോഡിയുടെ ലെങ്ത്, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഐബ്രോ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ കണ്ണിനകത്തുള്ള കൃഷ്ണമണി ഇല്ലേ, നമ്മുടെ പ്യൂപ്പിള, അതിന്റെ കളർ വരെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ആരായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ജീൻസ് ആയിരിക്കും. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ എല്ലാ ട്രേറ്റ്സും അടങ്ങിയിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്, നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ജീനിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അലീൽസ് എന്ന് പറയാ. അത് എന്താണ്, ജീനിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്, ജീൻ എന്ന് പറയുന്നത്. ആ ജീനിലുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അലീൽ എന്ന് പറയാം. ഇപ്പൊ സ്കിൻ എന്ന് പറയുന്ന, സ്കിന്നിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കും. ആ ജീനിന് എന്തുണ്ടായിരിക്കും, കുറെ അലീലുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, സ്കിൻ കളേഴ്സ് ഏതൊക്കെയാണുള്ളത്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെ പല 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 സ്കിൻ ടോൺസ് ഇല്ലേ. അപ്പോ ഈ സ്കിൻ ടോൺസ്, ഡിഫറെന്റ് സ്കിൻ ടോൺസ് എന്താണ്, അലീൽസ്. മനസ്സിലായോ? ഓക്കെ അല്ലെ? എന്താണ് ഫാക്ടർ, എന്താണ് ജീന്, എന്താണ് അലീല് എന്നുള്ളത് നമ്മളിപ്പോ ഇവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സിൽ നിന്ന് കുട്ടിക്ക് എന്തോ കിട്ടുന്നുണ്ട്, അതാണ് ജീന്. ഇനി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ജീൻ? ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഏതൊരു ഓർഗാനിസത്തിന്റെയും പെർട്ടിക്കുലർ ട്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ സെന്റർ ആണ് എന്ത്, ജീൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ജീനിലുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫാക്ടർ എന്താണ്, ജീൻ എന്താണ്, അലീൽസ് എന്താണെന്നത് തന്നെ എക്സ്പ്ലനേഷൻ. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലെ? ബുദ്ധിമുട്ടില്ലല്ലോ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞപ്പോ മെന്റല് ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, ജീൻസിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഒരു ലോ ആക്കി മാറ്റി. മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്
ഒന്ന് ലോ ഓഫ് ഡൊമിനൻസും ഒന്ന് ലോ ഓഫ് സെഗ്രിഗേഷൻ ആവട്ടെ. ഇറ്റ്സ് വെരി 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 സിമ്പിൾ. നമ്മൾ ഇത്രയും അതായത് ആദ്യം നമുക്ക് ലോ ഓഫ് ഡൊമിനൻസ് പറയാം. ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഫാക്ടേഴ്സ് ഇരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നെക്സ്റ്റ് ഒരു ഡിസിമിലർ ഒരാൾ അവിടെ എന്തായിരിക്കും? ഡൊമിനന്റ് ആയിരിക്കും. ഡൊമിനന്റ് ആയിരിക്കും. ഓക്കെ, ആ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ ചെയ്യാത്ത ക്യാരക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക. ഓക്കെ, അപ്പൊ F1 ജനറേഷനിലും F2 ജനറേഷനിലും രണ്ടിലും കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ആരാണ്? ടോളാണ് അല്ലെ? ഓക്കെ, ഒരു മോണോഹൈബ്രിഡ് ക്രോസില്. സോ അവിടുത്തെ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? 3:1 എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡൊമിനൻസ് ഇത്രേ പറയുന്നുള്ളൂ. അതായത് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഇരിക്കുന്നത് എങ്ങനെയാണ്? പെയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു പെയറില് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതില് എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യുന്ന പാരന്റൽ ക്യാരക്ടേഴ്സ്, അതായത് ഒരു പാരന്റിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, മറ്റേ പാരന്റിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഈ പെയേഴ്സില് കുട്ടിക്ക് കിട്ടുന്ന ക്യാരക്ടർ ഏതാണോ അതിനെ നമ്മൾ ഡൊമിനന്റ് ട്രെയ്റ്റ് എന്നും, കുട്ടിക്ക് കിട്ടാത്ത ക്യാരക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിസസീവ് ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നു. സോ F2 ജനറേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഒരു മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ കിട്ടും. അതാണ് എന്ത്? 3:1 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു F1 ജനറേഷനിലോട്ട് പോകുന്നു, F2 ജനറേഷനിലോട്ടൊക്കെ പോകുന്നു, ക്യാരക്ടേഴ്സ് പോകുന്നു നമ്മൾ പറഞ്ഞു. ഈ ക്യാരക്ടേഴ്സ് പോകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഏതൊരു ഓർഗാനിസവും ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആയിരിക്കും അല്ലെ? 46 ക്രോമസോം. ഒരു ഹ്യൂമന്റെ കേസ് പറഞ്ഞാൽ 46 ക്രോമസോംസ് ഉള്ളവരാണ്. പക്ഷെ ഒരു പാരന്റിന്റെ, അതായത് ഒരു മെയിൽ പാരന്റിന് 46 ക്രോമസോം ഉണ്ട്, ഒരു ഫീമെയിൽ പാരന്റിന് 46 ക്രോമസോംസ് ഉണ്ട്. ഇവര് ആ 46 ക്രോമസോംസ് തന്നെ മേറ്റിംഗ് നടന്നിട്ട് ഉണ്ടാവുന്ന കുട്ടിക്ക് എത്ര ക്രോമസോം ആയിരിക്കും എപ്പോ ഉണ്ടാവുക? 92 ക്രോമസോം ഉള്ള ഒരു കുട്ടി പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഇത് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? ഗാമേറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഗാമേറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ക്രോമസോം നമ്പർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, 46 ആയിരിക്കും ഇല്ലേ? 23 ഫ്രം മദർ, 23 ഫ്രം ഫാദർ, then the offspring got 46 chromosome. കറക്റ്റ് അല്ലേ ഈ പറഞ്ഞത്? സോ അതായത് ഗാമേറ്റ്സിലോട്ട് ഇറങ്ങണം എന്നുള്ളത് എന്താണ്? ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തില് ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഗാമേറ്റ്സിലോട്ട് ഇറങ്ങുന്ന, അതായത് സെപ്പറേറ്റഡ് ആവുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം അലീൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല. അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജീനറ്റിക് ട്രേറ്റ്സിനെയാണ് നമ്മൾ അലീൽസ് എന്ന് പറയാ. ഈ അലീൽസ് ഒരിക്കലും എന്തായിരിക്കില്ല? F1 ജനറേഷനിലും F2 ജനറേഷനിലും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡു നോട്ട് ഷോ. ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല? ബ്ലെൻഡിങ് ഷോസ് അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ചെയ്യുന്നില്ല. F1 ജനറേഷനിൽ ഒരു അലീൽ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. F2 ജനറേഷനിലാണ് അത് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് രണ്ട് പാരന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതായത് ഈ ഒരു ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത്, അതായത് രണ്ട് അലീൽസിലെ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ ഒരു സെപ്പറേഷൻ, ഗാമേറ്റ്സിന്റെ സെപ്പറേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു ഈക്വൽ പ്രപ്പോർഷനിലുള്ള ഓഫ്സ്പ്രിങ്സിനെ നമുക്ക് കിട്ടുള്ളൂ. അതായത് അവരുടെ ക്രോമസോം നമ്പർ നോർമലി ആയിട്ടുള്ളത് നമുക്ക് കിട്ടുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു സെപ്പറേഷൻ, ഗാമേറ്റ്സിന്റെ സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് എന്ത്? ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മോണോഹൈബ്രിഡ് ക്രോസില് ഒരു നമ്മൾ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ് എടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്ത്? ഏതോ ഒരു പ്ലാന്റിന്റെ ഒരു ക്യാരക്ടർ, അതായത് പാരന്റൽ പ്ലാന്റിലെ ഏതോ ഒരു പ്ലാന്റിന്റെ ക്യാരക്ടർ ആയിരുന്നു നമുക്ക് F1 ജനറേഷനിലും F2 ജനറേഷനിലും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ എടുക്കുന്നത് പി പ്ലാന്റിന്റെ വേറൊരു ക്യാരക്ടർ ആണ്. അതായത്
എടുക്കുന്ന പാരന്റ്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ക്യാരക്ടർ അല്ല എടുക്കുന്നത്. ക്യാരക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത് ഹൈറ്റ് അല്ല, ഫ്ലവറിന്റെ കളറാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു പ്ലാന്റ് എടുത്തു, പിന്നെ വേറൊരു പ്ലാന്റ് എടുത്തു. അപ്പൊ ഈ ഒരു ആദ്യത്തെ പ്ലാന്റിന് നമ്മൾ റെഡ് ഫ്ലവർ ആയിട്ടാണ് എടുക്കുന്നത്. മൂന്നാമത്തെ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ കളർ എന്താണ്? വൈറ്റ് കളറാണ്. ദെൻ അവരുടെ ഫിസിക്കൽ എക്സ്പ്രഷൻ ഫീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ആർ അല്ല റെഡ്, ഈ പ്ലാന്റിന്റെ വൈറ്റ്. ദെൻ അവരുടെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ആർ ഫോർ റെഡ്, സ്മോൾ ആർ ഫോർ വൈറ്റ്. സോ ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കുകയാണ്. ഗ്യാമേറ്റ്സിലോട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൽ നിന്ന് ക്യാപിറ്റൽ ആർ വന്നു, ഇതിൽ നിന്ന് സ്മോൾ ആർ വന്നു. സോ നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയത് എന്തായിരുന്നു? റെഡ് ആണോ കിട്ടിയത്? വൈറ്റ് ആണോ കിട്ടിയത്? അല്ല, നമുക്ക് എന്താണ് കിട്ടിയത്? രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഒരു ഇന്റർമീഡിയറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. സാധാരണഗതിയിൽ F1 ജനറേഷനിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ക്യാരക്ടർ ആയിരിക്കും നമുക്ക് F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തത്? അല്ല. F1 ജനറേഷനിൽ രണ്ട് പ്ലാന്റിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ആണ്, ഒരു പിങ്ക് കളറാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ ഒരു ഇന്റർമീഡിയറ്റ് നമുക്ക് ഫോം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഗ്യാമേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ ക്രോസ് ചെയ്യാണ്, അതായത് സെൽഫ് പോളിനേറ്റ് ചെയ്യിക്കുകയാണ്. സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടിയത് ഈ ഒരു പ്ലാന്റ്സിനെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു F2 ജനറേഷനിൽ ഇപ്പൊ ഏതൊക്കെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്? ക്യാപിറ്റൽ ആർ വന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, സ്മോൾ ആർ വന്നു. അതായത് ഫസ്റ്റ് ജനറേഷനില് നമുക്ക് എന്ത് ഇല്ല? ഒരു കംപ്ലീറ്റ് ഡൊമിനൻസ് അവിടെ ഉണ്ടായില്ല. ഒരു പ്ലാന്റ്, അതായത് ഒരു പ്ലാന്റ് എന്ത് ചെയ്തില്ല? അവിടെ എക്സ്പ്രസ് ചെയ്തില്ല. പുതിയൊരു പ്ലാന്റ്, ഒരു ഇന്റർമീഡിയറ്റ് ആണ് അവിടെ ഫോം ചെയ്തത്. പക്ഷെ F2 ജനറേഷൻ ആയപ്പോ അവിടെ എന്ത് ചെയ്തു? എല്ലാ പ്ലാന്റ്സും, അതായത് ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റും ഉണ്ടായി, അതുപോലെ രണ്ട് പാരന്റൽ പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? F1 ജനറേഷനിൽ രണ്ട് പാരന്റിന്റെയും ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തില്ല? എക്സ്പ്രസ് ചെയ്തില്ല. പകരം രണ്ട് പ്ലാന്റിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ആണ് എന്ത് ചെയ്തത്? ഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് ടേംഡ് ആസ് എ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്നാൽ F2 ജനറേഷൻ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പാരന്റൽ പ്ലാന്റ്സും കിട്ടി, പ്ലസ് നമ്മുടെ F1 ജനറേഷനും കിട്ടി. റെഡ് ഫ്ലവർ കിട്ടി, പിങ്ക് ഫ്ലവർ കിട്ടി, ദെൻ വൈറ്റ് ഫ്ലവർ കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ ഒരു മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ എന്താ? 1:2:1. Genotypic ratio എന്താ? 1:2:1. So in a monohybrid cross, phenotypic ratio എന്താ? 3:1. Genotypic ratio എന്താ? 1:2:1. ഇനി ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസില് ഫിനോടൈപ്പിക് റേഷ്യോ എന്താ? 1:2:1. ഇനി ജീനോടൈപ്പിക് റേഷ്യോ എന്താ? 1:2:1. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസില് ഫിനോടൈപ്പിക് റേഷ്യോവും ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? സെയിം ആണ്. എന്തായിരുന്നു ആ റേഷ്യോ? 1:2:1. ഓക്കെ ആണോ? അപ്പൊ എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ്, എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും എന്ത് രണ്ടും ഒരു മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ്. പക്ഷെ ഒരു നോർമൽ മോണോഹൈബ്രിഡ് ക്രോസിൽ എന്താണ് സംഭവിക്കുക? രണ്ട് പ്ലാന്റ്സിലെയും ഏതെങ്കിലും ഒരാൾ F1 ജനറേഷനിൽ കിട്ടും, F2 ജനറേഷനിൽ രണ്ടുപേരെയും കിട്ടും. അങ്ങനെ അവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോ 3:1 ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 നമുക്ക് കിട്ടും. പക്ഷെ ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ ഒരു പ്ലാന്റിന്റെയും ട്രൈറ്റ് നമുക്ക് F1 ജനറേഷനിൽ കിട്ടില്ല. അവരുടെ രണ്ടുപേരുടെയും ഇന്റർമീഡിയറ്റ് പിങ്ക് ആയിരിക്കും നമുക്ക് കിട്ടിയത്. F2 ജനറേഷനിൽ എന്ത് ചെയ്യും? ഇവരെല്ലാവരും എക്സ്പ്രസ് ചെയ്യും. ഫസ്റ്റ് പ്ലാന്റും സെക്കൻഡ് പ്ലാന്റും F1 ജനറേഷനും എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. സോ ഇവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. കിട്ടിയോ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ഒറ്റ കാര്യം കൂടെയാണ് നമുക്ക് പറയാനുള്ളത്. സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ. ഒരു നമ്മളെപ്പോഴും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇങ്ങനെ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർ, ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടാവില്ല. ഏജ്ഡ് ആയ ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പെൺകുട്ടി ഉണ്ടാവുന്നത് സ്ത്രീകളുടെ പ്രശ്നം കാരണമാണ്. അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ടോ? ഒരിക്കലും ഇല്ല, അതൊരു തെറ്റായ ധാരണ തന്നെയാണ്. അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഓർഗാനിസം അല്ല, ഒരു ഹ്യൂമൻസിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? മെയിൽസ് ആണ്. അതായത് ഒരു ഹ്യൂമണിന് മെയിൻ ആയിട്ട് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. 44 ഓട്ടോസോംസും ദെൻ 2 സെക്സ് ക്രോമസോംസും. ഒരു ഹ്യൂമൻസില് എത്ര ക്രോമസോംസ് ആണുള്ളത്? 46. ഇതിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും ആണ് ഉള്ളത്. ഇനി ഒരു ഫാദർ ആണ് അല്ലെങ്കിൽ ഒരു മെയിൽ ആണ് എന്ന് വിചാരിക്കും. മെയിലിൽ 44 ഓട്ടോസോംസും പിന്നെ ഒരു 2 ക്രോമസോം പെൻഡിങ് ഇല്ലേ? 2 സെക്സ് ക്രോമസോംസ് ഉണ്ട്. അതില് 2 സെക്സ് ക്രോമസോമില് ഒരു ക്രോമസോം എന്ന് പറയുന്നത് എക്സ് ക്രോമസോമും ഒരു ക്രോമസോം എന്ന് പറയുന്നത് വൈ ക്രോമസോമും ആയിരിക്കും. ഇനി ഒരു ഫീമെയിലിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മദറിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രോമസോം ഉണ്ട്? 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 എണ്ണം ഓട്ടോസോംസും പിന്നെ 2 പേര് എന്താണ്? അതെ, എക്സ് ക്രോമസോംസ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽസില് 46 ക്രോമസോം ഉണ്ടെങ്കിൽ അതിൽ 44 എണ്ണം ഓട്ടോസോംസും 2 എണ്ണം സെക്സ് ക്രോമസോംസ് ആണ്. ഒരു ഫീമെയിലിനെ എടുത്തു കഴിഞ്ഞാൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമും ഉണ്ട്. ഇനി ഇവരെ നമ്മൾ പെയർ ആക്കി പറയുകയാണെങ്കിൽ 22 ഓട്ടോസോം പെയേഴ്സും 1 സെക്സ് ക്രോമസോം പെയർ ഉണ്ടായിരിക്കും. അതിൽ പുരുഷനാണെങ്കിൽ അതിൽ എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും, വൈ ക്രോമസോം ഉണ്ടായിരിക്കും. ഒരു സ്ത്രീ ആണെങ്കിൽ 22 ഓട്ടോസോംസ് പ്ലസ് 1 സെക്സ് ക്രോമസോം, 1 പെയർ ഓഫ് സെക്സ് ക്രോമസോം. ഇതില് ഈ പെയറില് രണ്ടും എന്തുതന്നെയായിരിക്കും? എക്സ് ക്രോമസോംസ് ആയിരിക്കും. ഈ ഒരു ഓട്ടോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? ഈ ഓട്ടോസോംസ് എന്ന് പറയുന്നത്. ഈ സെക്സ് ക്രോമസോംസ് ആണ് എന്ത്? റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കുട്ടിയുടെ, അതായത് പുതിയൊരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരിക്കലും മദർ അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കിക്കേ, ഫാദറിൽ നിന്ന് നമ്മൾ സെക്സ് ക്രോമസോംസിനെ എടുത്തു. ഏതൊക്കെയാണ്? എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. മദറിൽ നിന്നും 2 ക്രോമസോംസ് വന്നു. സ്ത്രീക്ക് ഉള്ളത് എക്സ് ക്രോമസോംസ് ആണ്, പുരുഷനുള്ളത് XY ക്രോമസോംസ് ആണ്. സോ പുരുഷന്റെ എക്സ് ഗ്യാമറ്റിലോട്ട് ഇറങ്ങി, വൈ ഗ്യാമറ്റിലോട്ട് ഇറങ്ങി, സ്ത്രീയുടെ എക്സ് ഗ്യാമറ്റിലോട്ട് ഇറങ്ങി, 2 എക്സും ഗ്യാമറ്റിലോട്ട് ഇറങ്ങി. ഇനി ഒരു പുരുഷന്റെ എക്സ് ക്രോമസോമും സ്ത്രീയുടെ എക്സ് ക്രോമസോമും കൂടി ക്രോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? XX ആയിരിക്കും. XX എന്താ? ഗേൾ ആണ്. അതായത് ഈ ഒരു 2 പാരന്റ്സ് തമ്മിൽ മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബേബി XX ആണെങ്കിൽ, ക്രോമസോംസ് അച്ഛനിൽ നിന്ന് എക്സ് ക്രോമസോമും അമ്മയിൽ നിന്ന് എക്സ് ക്രോമസോമും ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടി എന്തായിരിക്കും? ഗേൾ ആയിരിക്കും. ഇനി അച്ഛനിൽ നിന്ന് വൈ ക്രോമസോമും അമ്മയിൽ നിന്ന് എക്സ് ക്രോമസോമും ആണെങ്കിൽ ഉണ്ടാവുന്ന കുട്ടി എന്തായിരിക്കും? ബോയ് ആയിരിക്കും. അതായത് അമ്മയാണോ ഇവിടെ കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. ആരാണ്? വൈ ക്രോമസോം ഫ്രം ദി ഫാദർ. അതായത് അമ്മയ്ക്ക് എന്ത് ക്രോമസോം മാത്രമേ ഉള്ളൂ? XX ക്രോമസോംസ് മാത്രമേ ഉള്ളൂ. അച്ഛനാണ് എന്തുള്ളത്? എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ഉള്ളത്. അച്ഛനിൽ നിന്ന് വരുന്ന എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് കുട്ടിയുടെ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും എക്സ് ക്രോമസോം ആണ് വരുന്നതെങ്കിൽ കുട്ടി എന്തായിരിക്കും? ഗേൾ ആയിരിക്കും. അച്ഛനിൽ നിന്ന് വൈ ക്രോമസോമും അമ്മയിൽ നിന്നും എക്സ് ക്രോമസോമും വന്നാൽ കുട്ടി എന്തായിരിക്കും? ബോയ് ആയിരിക്കും. സോ ദർ ഇസ് ചാൻസ് ഫോർ 50-50 ഫോർ ദ സെക്സ് ഓഫ് ദി ബേബി. XX ആണെങ്കിൽ ഗേളും XY ആണെങ്കിൽ ബോയും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻസിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആണ്. എന്താണ്? ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു ഹ്യൂമൻസില് എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. 23 പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ മെയിൽസില്, പുരുഷന്മാരിൽ 44 ഓട്ടോസോംസ് ക്രോമസോംസും 2 സെക്സ് ക്രോമസോമുകളാണ് ഉള്ളത്. സ്ത്രീകളിൽ 44 ഓട്ടോസോംസും XX ക്രോമസോംസും ആണ് ഉള്ളത്.
ഇനി ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഒരിക്കലും അമ്മയല്ല, അച്ഛനാണ്. കാരണം അമ്മയിലുള്ള ക്രോമസോം ഏത് മാത്രമാണ്? XX ക്രോമസോമുകൾ മാത്രമാണ്. എന്നാൽ ഒരു അച്ഛന്റെ ക്രോമസോംസ് എന്ത് ക്രോമസോം ആയിരിക്കും? X ഉണ്ടായിരിക്കും, Y ഉണ്ടായിരിക്കും. സോ അച്ഛനിൽ നിന്ന് വരുന്ന X and Y ക്രോമസോംസ് ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മനസ്സിലായില്ലേ ഒരു ഹ്യൂമൻസിന്റെ? ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഉള്ളത് നമ്മുടെ സെക്ഷൻ ആണ്, ടൈം ടു റിമെമ്പർ സെക്ഷൻ ആണ്. ഇതിന്റെ ആൻസർ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ആൻസർ ചെയ്യുന്നത്. സോ ഇത് നിങ്ങളുടെ സ്ലൈഡാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓരോന്നിന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാം. ഈ ആൻസറിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ആൻസേഴ്സ് പാർട്ട് 2 ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയ ആളായിരുന്നു. ഇനി എക്സ്പ്രസ്ഡ് ട്രേറ്റിനെ, ഒരു ഹൈബ്രിഡ് ക്രോസിലെ എക്സ്പ്രസ്ഡ് ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ, അതുപോലെ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ സെക്ഷൻ എന്ത് ചെയ്യാം? നന്നായിട്ട് വായിച്ചു പഠിക്കുക. സോ നമ്മുടെ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ടൈം ടു റിമെമ്പർ സെക്ഷന്റെ ആൻസേഴ്സ് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്സ് എടുത്തേ? ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എടുത്തു, മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എടുത്തു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എടുത്തു, ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ എടുത്തു. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ അത് ക്ലിയർ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.